തൊഴിലുറപ്പ് പദ്ധതി തന്നെയാണ്, അല്ലാതെ വേറൊന്നുമല്ല. ഇപ്പൊ എല്ലാവർക്കും തൊഴിലുറപ്പിന് പോയാലും അവർക്ക് ഇവിടെ ഇരുന്ന് ഈ പറയുന്ന ജോലി, ഇത്ര പറയുന്ന ജോലി കൃത്യമായിട്ട് ചെയ്തെങ്കിലേ അവർക്ക് ആ ശമ്പളം കിട്ടുള്ളൂ. തിരുവനന്തപുരം ജില്ലയിൽ ചിറയിൻകീഴ് കടക്കാവൂരിൽ കയർ വ്യവസായത്തിന് പേരുകേട്ട വക്കത്തെ കയർ സൊസൈറ്റികൾ അവഗണനയുടെ വക്കിലാണ്. മേഖലയിൽ 5 സൊസൈറ്റികളാണ് പ്രവർത്തിച്ചിരുന്നത്. വക്കം അണയിൽ കയർ സൊസൈറ്റി, അകത്തുമുറി തെക്ക് കയർ വ്യവസായ സംഘം, മണനാക്ക് കയർ സൊസൈറ്റി, വക്കം നോർത്ത് വെസ്റ്റ് കയർ സംഘം, ഇറങ്ങുകടവ് കയർ സംഘം എന്നിവിടങ്ങളിലാണ് ഇപ്പോൾ താഴ്വീണ സ്ഥിതിയിലായത്. 5 സൊസൈറ്റികളിലുമായി 1000-ഓളം തൊഴിലാളികളും 200 റാട്ടുകളും ഉണ്ടായിരുന്നു. ഒരു റാട്ടിൽ കുറഞ്ഞത് 6 തൊഴിലാളികളാണ് ജോലി ചെയ്തിരുന്നത്. യന്ത്രവൽകൃത റാട്ടുകളും ചകിരി പിരിക്കാനുള്ള അത്യാധുനിക മെഷീനുകളും വന്നെങ്കിലും സംഘങ്ങൾ നിശ്ചലമായി മാറി. കയർ വ്യവസായം തകർന്നതോടെ പ്രദേശത്തെ തെങ്ങുകളും നശിച്ചു. വക്കത്തെ വീടുകളിലെ ആവശ്യങ്ങൾക്ക് പോലും നാളികേരം ലഭിക്കാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പ്രതിസന്ധി മറികടക്കാനാകുന്നില്ല എന്നത് തന്നെയാണ് ഇവിടുത്തുകാർക്ക് പറയാനുള്ളത്. തൊഴിലുറപ്പ് പദ്ധതി തന്നെയാണ്, അല്ലാതെ വേറൊന്നുമല്ല. ഇപ്പൊ എല്ലാവർക്കും തൊഴിലുറപ്പിന് പോയാലും അവർക്ക് ഇവിടെ ഇരുന്ന് ഈ പറയുന്ന ജോലി, ഇത്ര പറയുന്ന ജോലി കൃത്യമായിട്ട് ചെയ്തെങ്കിലേ അവർക്ക് ആ ശമ്പളം കിട്ടുള്ളൂ. അതും ആ ശമ്പളം സൊസൈറ്റി വിഹിതം മാത്രമേ അവർക്ക് ആദ്യം കിട്ടുന്നുള്ളൂ. സർക്കാർ വിഹിതം കുറച്ച് ലേറ്റായൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും വരുന്നുണ്ടെന്ന് പറയുന്നത് കറക്റ്റായിട്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ സംഘമൊക്കെ ഒരു 8 മാസമായിട്ട് പ്രവർത്തനം എല്ലാം ഇരിക്കുക. പുതിയ തലമുറ ആരും വരുന്നില്ല. അവർ എല്ലാം പറയുന്നത് അയ്യോ നമ്മളെ ഇങ്ങനെ പറ്റി, ഇനി നമ്മുടെ മക്കളെ ഇതിലോട്ട് അവർക്ക് ആർക്കും താല്പര്യമില്ല. പിന്നെ ഈ യന്ത്രവൽക്കരണത്തിൻ്റെ ഇതിൽ ഓട്ടോമാറ്റിക് സ്പിന്നിങ് മെഷീനിൽ ആളുകൾ വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. പക്ഷെ കുറച്ച് നാളുകൊണ്ട് ഞാൻ അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കിട്ടാനായിട്ട്. അപ്പോഴും പുതിയ മെഷീനുകൾ കൊടുക്കുന്നില്ല. ഇപ്പോൾ വേറൊരു സംഘത്തിൽ നിന്ന് ഒരു മെഷീൻ കുറേ സ്ഥലത്ത് ഒരുപാട് ലക്ഷത്തിൻ്റെ സാധനങ്ങളാണ് ഓരോ സ്ഥലത്ത് കെട്ടിക്കിടക്കുന്നത്. ഈ മെഷീനുകൾ തന്നെ പ്രവർത്തിക്കാറ്. തൊഴിലാളികളെ കിട്ടാത്തതാണ് ഏറ്റവും പ്രശ്നം. അതുപോലെ തന്നെ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടണം, നമുക്ക് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടണം. നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ശമ്പളം എടുത്തിട്ടൊക്കെ എത്രയെങ്കിലും വർഷങ്ങളായിട്ട് 2 വർഷത്തോളമായിട്ടാണ്. എന്നിട്ട് ഞങ്ങളിത് വിടാതിരിക്കുന്നത് സ്ഥാപനം കൂട്ടരുത്, നമ്മൾ ഇരിക്കുന്ന സമയത്ത് അതെങ്ങനെയെങ്കിലും പ്രവർത്തിപ്പിക്കണമെന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുക. ഇപ്പോഴും കഴിയുന്നിട്ട് നമ്മുടെ ഓരോന്ന് അടച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് അത് ഇങ്ങനെ ഈ തൊണ്ടിൻ്റെ പഴയൊരു മെഷീനാണ്, ഞാൻ വരുന്നതിന് മുമ്പേ ഉള്ളൊരു മെഷീനാണ്. അപ്പോൾ അതൊന്ന് പ്രവർത്തിപ്പിച്ച് ഈ ചകിരി ചേർത്ത് നമ്മൾ ആർക്കെങ്കിലുമൊക്കെ കൊടുത്തിട്ട് ഇപ്പം ഇവിടുത്തെ കാര്യങ്ങൾ, കറണ്ട് ബില്ല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടയ്ക്കാമെന്നുള്ള രീതിയിൽ അതിങ്ങനെ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുക. കയർ മേഖലയെ പുനരുജ്ജീവിപ്പിക്കാൻ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചുവെങ്കിലും ഇതൊന്നും പ്രതിസന്ധി മറികടക്കാൻ പര്യാപ്തമായിരുന്നില്ല. കയർ വ്യവസായം തകർന്നതോടെ സംരക്ഷണമില്ലാതെയായി പ്രദേശത്തെ തെങ്ങുകൾ. ഇതോടെ ഇവയും നശിച്ചു. കേരവൃക്ഷങ്ങളുടെ ഈറ്റില്ലമായിരുന്ന വക്കത്തെ വീടുകളിലെ ആവശ്യങ്ങൾക്ക് പോലും ഇപ്പോൾ നാളികേരം ലഭിക്കാത്ത സ്ഥിതി. അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതക്കുറവ് ഏറെയുണ്ട്. 1950 മുതൽ 57 വരെ വിവിധയിടങ്ങളിലാണ് സൊസൈറ്റികൾ ആരംഭിച്ചത്. വക്കത്തെ ഒട്ടുമിക്ക വീടുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ചെറുകിട യൂണിറ്റുകൾ അന്ന് പ്രവർത്തനം ആരംഭിച്ചത്. അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതക്കുറവും മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയായി മാറി. തമിഴ്നാട്, മഹാരാഷ്ട്ര, ഗുജറാത്ത് മുതലായ സംസ്ഥാനങ്ങൾക്കാണ് കയർ ബോർഡ് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത്. കയർ വ്യവസായത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തു നാളികേരത്തിലുള്ള തൊണ്ടാണ്. അതുപയോഗിച്ചുള്ള കയർ ലോക ശ്രദ്ധയാകർഷിച്ചതുമാണ്. കൊല്ലങ്കോട്, തേങ്ങാപ്പട്ടണം, അമരവിള, കോവളം, കൂരമ്പ്, കളീക്കവിള തുടങ്ങിയ സ്ഥലങ്ങളായിരുന്നു തൊണ്ട് ലഭ്യമായ കേന്ദ്രങ്ങൾ. ഏതിനും ഇപ്പോൾ അവഗണന നേരിടുകയാണ് ഈ വ്യവസായ കേന്ദ്രങ്ങളിൽ പലതും. വിസ്മയ ന്യൂസ്, ചിറയിൻകീഴ്.